ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും വൈകക്കുട്ടിയും കൂടെ ഒരു ലോങ് ഈവനിങ് വാക്കിന് പോവാണ്. ഇപ്പം സമയം 5 മണി കഴിഞ്ഞു. ഇന്നെൻ്റെ പണി നേരത്തെ കഴിഞ്ഞായിരുന്നു. അപ്പം ഞാനും വൈകക്കുട്ടിയും കൂടെ ഒരു ലോങ് വാക്കിന് പോവാണ്. സൗപ്പുകുട്ടി ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സൗപ്പുവിനോട് ഞങ്ങളിപ്പം പോകുന്ന സ്ഥലത്ത് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ കൂടെ സേതു ഉണ്ട്. സേതു എറണാകുളത്തിൽ നിന്ന് സെയിം ബസ്സിനാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ആക്ച്വലി പോകുന്നത് നൈക്കിയുടെ ഷോറൂമിലാണ്. പിന്നെ ഇവിടെ തന്നെ ആഡിഡാസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, പ്യൂമയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ മഴ, നല്ല മഴ. ഞങ്ങൾ മഴയത്ത് പെട്ടു ഗൈസ്. നമ്മൾ മഴയത്ത് പെട്ടു ഗൈസ്. നല്ല മഴ 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 കുട കുട. മഴ വന്നാൽ ജർമ്മൻ കൂട. അയ്യോ, എന്താണല്ലേ ജർമ്മനിയിലെ ക്ലൈമറ്റ് ഒട്ടും പ്രിഡിക്റ്റബിൾ അല്ല. 2 ദിവസം വരെ നല്ല ചൂടായിരുന്നു. സമ്മറൊക്കെ വന്ന് പറഞ്ഞ് ഭയങ്കര ആഘോഷമായിരുന്നു. ഞാനും കുറച്ച് അഹങ്കരിച്ചു. ഇപ്പം നോക്കൂ, തിരിച്ച് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞാനും വൈകക്കുട്ടി രണ്ടുപേരും ഫുൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങളിപ്പോൾ നടന്നു പോവാണ് ഗൈസ്. ഞങ്ങൾ ഈ മഴയത്ത് വല്ല ആവശ്യമുണ്ടോ നടക്കാൻ ഇറങ്ങിയിട്ട്. അങ്ങനെ ഒരു മഴയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പകുതി മഴയൊക്കെ കൊണ്ട് നന്നായി. ഞങ്ങളുടെ കയ്യിലൊരു അംബ്രേല ഉണ്ടായിരുന്നു. മഴ കൊള്ളാതെ കുറച്ചൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പം കണ്ടോ, മഴയൊക്കെ പോയി കുറച്ച് ക്ലിയർ സ്കൈ ആയി. ഞങ്ങൾ ഞങ്ങളുടെ നടത്തം തുടരുന്നു. ഞങ്ങൾ സൗപ്പുവിനെയും സേതുവിനെയും മീറ്റ് ചെയ്യാനായിട്ട് പോവാം. അവർ രണ്ടുപേരും എറണാകുളത്തിൽ നിന്ന് സൗപ്പ് സ്കൂൾ കഴിഞ്ഞിട്ട് കയറിയ ബസ്സിലാണ്, വീട്ടിലോട്ട് വരുന്ന ബസ്സിലാണ് സേതു അവളെ മീറ്റ് ചെയ്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഹെർസോളിൽ നമ്മുടെ നൈക്കിയുടെ ഷോറൂമുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് വരും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ് ഞാനും വൈകയും കൂടെ. അവർക്ക് കുറച്ച് സ്പോർട്സ് ഷൂസൊക്കെ പർച്ചേസ് ചെയ്യണം സ്കൂളിലേക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് മാസങ്ങൾ, ഒരു 2 മാസം കഴിഞ്ഞ് നാട്ടിൽ പോകും. അപ്പം അതിനേക്കുള്ള ഇപ്പോഴേ ഞങ്ങൾ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങി. അപ്പം അതിനായിട്ട് ഞാനും വൈകക്കുട്ടിയും കൂടെ അങ്ങോട്ട് പോവാണ് ഗൈസ്. വൈകക്കുട്ടി ഇത്ര ദൂരം ഉണ്ടെന്ന് വിചാരിച്ചില്ല. വൈകക്കുട്ടി ഭയങ്കര വിഷമത്തിലാണ്. ഇത്രയും നടക്കണമെന്ന് വിചാരിച്ചില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം ഉണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല. ഞാനൊരു 1.5 കിലോമീറ്റേഴ്സൊക്കെ വിചാരിച്ചോളൂ. ഇതിപ്പം ഓവർ 2 ഉണ്ട് തോന്നുന്നു. മോർ ദാൻ 2.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, സ്കൈ ഇസ് സോ ഡാർക്ക് ആൻഡ് ക്ലൗഡി. എപ്പോൾ വേണമെങ്കിലും ഇനി അടുത്ത മഴ പെയ്യും. ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ആ കാണുന്ന അപ്പില്ലേ, ഞങ്ങൾ അങ്ങോട്ടാണെങ്കിൽ നടന്ന് പോകേണ്ടത്. ഈശ്വരാ, ഇനി അതെല്ലാം ഞങ്ങൾ കയറണ്ടേ. ജർമ്മനിയിലെ വെതർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കൂ, ഇപ്പോൾ വെയിൽ വന്നു. വെറുതെ ജാക്കറ്റ് വിട്ട് കുടയും പിടിച്ചൊക്കെ വരികയാണ്. ഇപ്പോൾ വെയിലും ചൂടുമായി കഴിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ ഇട്ട ജാക്കറ്റ് പൊട്ടത്തരയാന്ന് തോന്നുന്നു. ഭയങ്കര മണ്ടത്തരായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇപ്പം നന്നായിട്ട് ചൂടെടുക്കുന്നു. കണ്ടോ, ഞങ്ങൾ ആ താഴെ കാണുന്ന അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ വരെ കയറി വന്നത്. ഈവനിങ് ഒരു വാക്കും കൂടെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ വണ്ടികൾ എനിക്കിനി മൈക്കും കൂടെ വെക്കേണ്ടി വരും. അതാണ് ഗൈസ് പൂമ. ഇതാണ് ഗൈസ് പൂമയുടെ ഔട്ട്ലെറ്റ്. ഞങ്ങൾ ഇടയ്ക്കൂടെ വരാറുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. 1-2 പ്രാവശ്യം ഞാൻ അഡിഡാസിൽ നിന്ന് റിസൈൻ ചെയ്ത് അതിന് ശേഷമാണ് ഇവിടെ 1-2 പ്രാവശ്യം ഞങ്ങൾ വന്നത്. അത്ര വലിയ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഒന്നും ഇവിടെ ഇല്ല. എനിക്ക് ഞങ്ങളുടെ അഡിഡാസാണ് എപ്പോഴും ഇഷ്ടം. ഇവിടെ നല്ല ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. പോലീസ് ഉണ്ടെങ്കിൽ അവരുടെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും കേട്ടോ. 30-40% ഒക്കെ കിട്ടാറുണ്ട് പ്രൊഡക്ട്സ്. നമ്മൾ ഈ വാക്ക് റൂട്ടിൽ കൂടെ നടന്ന് അണ്ടർ റോഡ് ഉണ്ട്, അത് കൂടെ പോയിട്ടാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെത്തുന്നത്. ഞങ്ങൾ വല്ല ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുവാണ് ഗൈസ്. ഇല്ല തോന്നുന്നു കേട്ടോ. അതാണ് പൂമയുടെ ഓഫീസാണ് ഗൈസ്. പൂമയുടെ IT ഡെവലപ്മെൻറ്റും അതിൻ്റെ R&D ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഇവിടെയാണ്.
ഇതും പൂമയുടെ ഓഫീസാണ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ്. ആ റെഡ് കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഔട്ട്ലെറ്റ്. നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ തന്നെ പോകണം. എൻ്റെ നാട്ടിലെ കൂട്ട് നമുക്ക് വണ്ടിയിൽ റോഡിൻ്റെ ഇടയ്ക്ക് കൂടെ ക്രോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയൊക്കെ അഴുക്കാം. ആരെങ്കിലും അവിടെ ഇരിക്കുമോ? യാ കം. ഹലോ. Subscribe to North Indian Malu. I love you guys. കണ്ടില്ലേ ഗൈസ്, ആഡിഡാസിൻ്റെ ഫുട്ബോൾ, അതാണ് നമ്മുടെ ആഡിഡാസ് സർക്കിൾ, ആഡിഡാസ്ലർ സർക്കിൾ. ഇവിടുന്ന് നമ്മൾ റൈറ്റിൽ പോയാൽ ആഡിഡാസിൻ്റെ അറീന വരും, ലെഫ്റ്റിൽ പോയാൽ ആഡിഡാസിൻ്റെ വോഗിറ്റ് വരും. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. ഒരു 5 വർഷം അഡിഡാസ് ജോലി ചെയ്തല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്നു ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം. എനിവേസ് ഗൈസ്, ഞങ്ങൾക്ക് പോകേണ്ട റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്താണ്. വൈകക്കുട്ടി പോകാം. വൈകക്കുട്ടി ഈസ് ടയേർഡ് ആഫ്റ്റർ വാക്കിംഗ് 2.5 കിലോമീറ്റേഴ്സ്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സ്പോട്ട് ഔട്ട്ലെറ്റ്സ്. ഇവിടെ ആഡിഡാസ് ഉണ്ട്, CMP ഉണ്ട്, പിന്നെന്താ ചാമ്പ്യൻസ് ഉണ്ട്, നൈക്കിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്, എല്ലാം കാണും കേട്ടോ. സ്പോട്ട് ഹോഫ്മാൻ. മിസ്റ്റർ ശ്രീനിവാസൻ ചങ്കുറത്ത് ഇസ് കമ്മിങ്. സൗപ്പ് കുട്ടി നിൽക്കുന്നു. സൗപ്പ് കുട്ടി നൈക്കിയുടെ മുന്നിൽ ഹായ് പറഞ്ഞിട്ട് നിൽക്കുന്നു. ഇത് ഗൈസ് നൈക്കിയുടെ ഷോറൂമാണ്. ഇതെല്ലാം നൈക്കിയുടെ പ്രൊഡക്ട്സ് കാണും. നമുക്കപ്പം ഉള്ളിൽ പോയി നോക്കാം. ഈ ഷൂ കൊള്ളാട്ടോ, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി കളർ. നല്ല വിലയുണ്ട്. 30% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ 50% ഓഫ് ഉണ്ട് ഗൈസ്. സൗപ്പ് കുട്ടി എന്തൊക്കെയോ ഇവിടുന്ന് പോയി തപ്പിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. FC ബാഴ്സലോണയുടെ ജേഴ്സി, അതാണ് ഇപ്പം ട്രെൻഡ്. പിന്നെ സോക്സും, ഭയങ്കര സോക്സും. ഇനി വൈകക്കുട്ടി എന്താ ചെയ്യണേ നോക്കാം. വൈകക്കുട്ടി കുറേ നേരം കൊണ്ട് സേതുവിനെയും കൊണ്ടുള്ള ഷൂ എല്ലാം നോക്കിക്കുന്നുണ്ട്. സേതുവിൻ്റെ കൈയും കാലും കണ്ണും എത്തുന്നിടത്തും വരെ സേതു നോക്കുന്നുണ്ട്. പക്ഷെ സൈസ് കിട്ടുന്നില്ല. വൈകക്കുട്ടിക്ക് ഷൂ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. See this one is good with pink. She also like, but but it's 665. There is no discount on this. Discount is there. All the shoes are there. Then take. You will get discount. Is it big loose? It's perfect. Perfect? Yeah. See the mama. Tiny but loose, but it's good. No, I grew in it. wait. Where's your finger? There. വൈക ഇരുന്നും കിടന്നും നടന്നും ഒക്കെ ഷൂ ഇട്ട് നോക്കുക. Yeah. 75 euros or something after offer. Is it good or not? It is nice. It's Really, nice. yeah. Really good.
ഇവര് രണ്ടും കൂടെ 2 മണിക്കൂറും കൊണ്ട് ഷൂ സെലക്ട് ചെയ്തു. ഇതുവരെ ഒന്നും സെലക്ട് ആയിട്ടില്ല. നീ മേടിച്ചോ? Yeah. ആ സേതു ടേക്ക് ദാറ്റ്, ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. It has been 2 hours. പാവം ശ്രീനേട്ടൻ ക്ഷീണിച്ചതാ ഞങ്ങളെയും കൊണ്ട് ക്ഷീണിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പാവം ഞങ്ങൾ കുറേ നേരം അതിനകത്ത് കയറിയിട്ട് പാവം വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അല്ല എനിക്കൊരു റേസ് വൈകക്കുട്ടി ഷൂ ഒക്കെ മേടിച്ചു. ഞാനൊന്നും മേടിച്ചിട്ടില്ല. സേതു ഷൂ നോക്കിയത് ആണ്, പിന്നെ അവൻ മേടിച്ചിട്ടില്ല. അവൻ തിരിച്ചുകൊണ്ട് വെച്ചു. എനിക്ക് പൈസ കൊടുക്കേണ്ടത് ഞാനാണ് ഗൈസ്. നമുക്ക് ബിൽ കൗണ്ടറിൽ പോകാം. ഇതെങ്ങനെയുണ്ട്? അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഞങ്ങളൊരു സ്മോൾ വാക്കിനായിട്ട് ഇറങ്ങിയതായിരുന്നു. നല്ല മഴയായിരുന്നു, പിന്നെ വെയിൽ വന്നു, പിന്നെ ക്ലൗഡിയായി. എന്തായാലും ജർമ്മനിയിലെ വെതർ അൺപ്രഡിക്റ്റബിളാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇപ്പം സമയം 8 മണിയാവുന്നു. 8 മണിയുടെ ഒരു ഫീൽ ഒന്നുമില്ല. അപ്പം പുതിയ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഈവനിങ് ആൻഡ് ബൈ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് ഗൈസ്. അപ്പൊ ദാ സേതുമാമ കൊണ്ടുവന്ന സ്ട്രോബെറീസും റാസ്ബെറീസും ബ്ലൂബെറീസും ഒക്കെ ഞങ്ങൾ കഴിച്ച് ഞങ്ങളുടെ വിശപ്പ് മാറ്റാണ്. അടിപൊളി പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. മഴ വീണ്ടും നല്ല മഴ വരുന്നുണ്ട്. മഴ പെയ്യുന്നില്ല,